സംസ്ഥാനത്തെ ആശുപത്രികളുടെ പേര് മാറ്റുന്നുവെന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമെന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റില്ലെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ടാഗ് ലൈനുകൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും പ്രതികരണം. വാർത്തയുടെ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, പല മാധ്യമങ്ങളുടെയും വലിയ വാർത്തയായിരുന്നു രാവിലെ മുതൽ. ഇത്തരത്തിൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ എല്ലാം പേര് മാറ്റി ആയുഷ് മന്ത്രാലയം നിർദ്ദേശിച്ച പേരിലേക്ക് മടങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്താണ് യാഥാർത്ഥ്യം? തീർച്ചയായും ഏതായാലും സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രാക്കി മാറ്റുന്നു എന്ന രീതിയിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് തന്നെ, സംസ്ഥാന ആരോഗ്യ വകുപ്പ് തന്നെ ഒരു കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിൽ കൃത്യമായ രീതിയിൽ പറയുന്നത് സംസ്ഥാനത്തെ ആശുപത്രികളുടെ പേര് മാറ്റുന്നു എന്നത് അടിസ്ഥാനരഹിതമായ പ്രചരണമാണ് എന്നുള്ള കാര്യമാണ്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ ഇനിയും ആ പേരുകളിൽ തന്നെ അറിയപ്പെടും എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. നെയിം ബോർഡുകളിൽ ആ പേരുകളാണ് ഉണ്ടാവുക. ബ്രാൻഡിങ്ങിനായി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആയുഷ്മാൻ ആരോഗ്യ മന്ത്ര്, അതോടൊപ്പം തന്നെ ആരോഗ്യം പരമം ധനം എന്നീ ടാഗ് ലൈനുകൾ അതുകൂടി ഉൾപ്പെടുത്താൻ മാത്രമാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറിച്ചുള്ള പ്രചരണം തീർത്തും തെറ്റാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് വിശദീകരിക്കുന്നത്.